മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽമിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആരെക്കൊണ്ടെങ്കിലും അല്ലാഹു തആല ഖൈറിനെ ഉദ്ദേശിച്ചാൽ അവൻ ദീനിൽ വിവരമുള്ളവനാക്കും എന്ന് പറഞ്ഞുകൊടുത്ത് പ്രായം പറഞ്ഞിട്ടില്ല, ആണ് പെണ്ണ് എന്ന് വേർതിരിവ് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് മനുഷ്യനെ കൊണ്ടും, പ്രായമായ ആളാണെങ്കിലും പ്രായം കുറഞ്ഞ ആളാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും, ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചു എന്നതിൻ്റെ അടയാളം ദീനിൽ വിവരമുള്ള ആളാക്കലാണെന്നാണ്. ഈ ദീനിൽ എങ്ങനെ വിവരം ഉണ്ടാവുക? ദീനിൽ വിവരം ഉണ്ടാവണമെങ്കിൽ ദീനിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി വിവരം പഠിച്ചാലാണ് ദീനിൽ വിവരം ഉണ്ടാവുക. ഷാർജയിൽ ജോലി കിട്ടാൻ വേണ്ടി ഹാഫിളായാൽ അത് ദീനിലെ വിവരം എന്നൊന്നും പറയില്ല, അത് ഷാർജത്തെ ഹാഫിള് എന്ന് പറയും. ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി വിവരം പഠിച്ചാലാണ്. ഖുർആൻ ക്ലാസ്സിന് മൈക്ക നേരാക്കാൻ വേണ്ടി പഠിച്ചാൽ ദീനിയായ വിവരമാണ്. കാരണം ഖുർആൻ ക്ലാസ്സിക്ക് മൈക്ക നേരാക്കാനാണ് പഠിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുമ്പോൾ അത് ദീനിയായ വിജ്ഞാനമാവും. ദുന്യവിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുമ്പോൾ ദുന്യവിയായ വിജ്ഞാനമാവും. എന്ത് പഠിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിന് പഠിക്കുന്നു എന്നത്. സിഹിർ പണി ഏറ്റവും നന്നായി പഠിച്ച ഒരാൾ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ പ്രസിദ്ധനായ സയ്യിദുന അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നു. സിഹിർ പണി എന്ന് പറഞ്ഞാൽ സബുൽ മുബിഖാത്തിൽ പെട്ടതാണ്. അത് നന്നായി പഠിച്ചു ഗസാലി ഇമാമ്. ദീനിയായ വിവരമാണോ അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. എന്തുകൊണ്ട്? പഠിച്ചത് ഗസാലി ആയതുകൊണ്ട്. വേറൊരാളത് പഠിച്ചിക്കുകയാണെങ്കിൽ ദീനിയായ വിജ്ഞാനാവില്ല. ഗസാലി ഇമാം അത് പഠിച്ചതുകൊണ്ടാണ് ഏതൊക്കെയാണ് സിഹിർ, ഏതൊക്കെയാണ് തൽസമാത്ത്, ഏതൊക്കെയാണ് അസ്മാവ്, ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തതെന്ന് എല്ലാവർക്കും മനസ്സിലായത്. അപ്പോൾ ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിച്ചു എന്നതുകൊണ്ട് അത് ദീനി വിജ്ഞാനമായി. ദുന്യവിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിച്ചാൽ ദുന്യവിയായ വിജ്ഞാനമാണ്. അപ്പോൾ ദീനിൽ വിവരമുള്ളവനാക്കുക എന്ന് പറഞ്ഞാൽ ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുന്ന ആളാക്കി മാറ്റും എന്നർത്ഥം. പഠനത്തിന് അവസാനമില്ല എന്നാണ്. പഠനത്തിലെ ഏറ്റവും വലിയ പഠനം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പഠനമാണ്. ഇവിടെ എന്നോട് കുടുംബത്തിൽ എങ്ങനെ ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കാം എന്നതിനെക്കുറിച്ച് പറയണം എന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുതന്നെയാണ് ഞാൻ പറയണോ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും മൂപ്പര വിഷയം മാറി പറയുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല, ഞാൻ പറയണത് അത് തന്നെയാണ്. പഠനത്തിൽ വെച്ച് ഏറ്റവും വലിയ പഠനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പഠനമാണ്. അതാണെങ്കിൽ എത്ര പഠിച്ചാലോട്ട് അവസാനിക്കില്ല. പഠിക്കുന്തോറും കൂടുന്ന വിഷയമാണ് നബിതങ്ങളെക്കുറിച്ചുള്ള പഠനം. ഇപ്പം അടുത്തൊരു ദിവസം എന്നോട് ഒരു ഡോക്ടർ ഒരു സംശയം ചോദിച്ചു. ഒരു ആയുർവേദ ഡോക്ടർ, ഈ കരിഞ്ജീരകം കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണല്ലോ, പിന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരിഞ്ജീരകം തിന്നാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. സംഭവം ശരിയാണ്. ഇപ്പോൾ കൊറോണ ആയതിൻ്റെ ശേഷം എല്ലാവരും പ്രധാനപ്പെട്ട പരിപാടി കരിഞ്ജീരകം തീറ്റയാണ്. കുറേ ആൾക്കാരിങ്ങനെ വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ചോദിക്കും, ഉസ്താദെ എങ്ങനെയാണ് കരിഞ്ജീരകം തിന്നേണ്ടത്? ഭക്ഷണമായിട്ട് തിന്നാണെങ്കിൽ 3 നേരം തിന്നാണ് വേണ്ടത്. മരുന്നായിട്ട് തിന്നുകയാണെങ്കിൽ ആദ്യം ദണ്ണ എന്താണെന്ന് പറയണം. എന്നിട്ടല്ലോ പാരസിറ്റാമോൾ എങ്ങനെയാണ് കുടിക്കുക എന്നുള്ളത്, ആദ്യം പനി ഉണ്ടോ ഇല്ല എന്നുള്ളത് പറയട്ടെ, എന്നിട്ടല്ലേ ഇപ്പോൾ പാരസിറ്റാമോൾ എങ്ങനെ കുടിക്കാനില്ല എന്ന് പറയാം. അപ്പോൾ കരിഞ്ജീരകം എന്നുള്ളത് മരുന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മരുന്നാണെങ്കിൽ ആദ്യം ദണ്ണ എന്താന്ന് പറയണമല്ലോ. എന്ത് ദണ്ണത്തിന് എന്നുള്ളത് പറയണം. കാൽമുട്ട് വേദനയാണോ, കൈമുട്ട് വേദനയാണോ, മൂക്കൊലിപ്പാണോ, മണ്ണൊലിപ്പാണോ, എന്താ പരിപാടി എന്നുള്ളത്, എന്താണ് അസുഖം എന്ന് പറഞ്ഞാലേ തീരുമാനമാവുള്ളൂ. അപ്പം എന്താ വിഷയം വെച്ചാൽ, നമ്മൾ എവിടെയാണോ പഠിച്ചെത്തിയത് അതിൻ്റെ മേലെയായിരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരിക്കുക എന്ന് പറയാനാണ്. ദീനിയായ അന്തരീക്ഷം വീട്ടിലുണ്ടായിത്തീരണമെങ്കിൽ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത്. അള്ളാഹിനെ പറ്റി പഠിച്ചാൽ പിന്നെ പഠിക്കാനുള്ളത് മുഹമ്മദ് നബിനെ കുറിച്ചാണ്.
അവ്വലു വാജിബിൻ അലൽ ഇൻസാനി മഅരിഫത്തുല്ലാഹി അലൽ ബയാനി. ആദ്യം നിർബന്ധമാകുന്നത് വ്യക്തമായും അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്. പിന്നെ രണ്ടാമത് പഠിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. നബിൻ്റെ വാപ്പാൻ്റെ പേര് അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൽ മുൻതസിബ്. നബിൻ്റെ 20 വാപ്പാരുടെ പേര് പ്രസിദ്ധമാണ്. ഉസൈക്കിലാബുൻ മുറത്തുൻ കഅബുൽ ലുഗൈ ഗാലിബ് ഫിഹ്റും മാലിക്കുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഹുസൈമത്തും വമുദ്രികാ ഇല്യാസു സുമ്മ മൂദറുക്കും മുദ്രികാ നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബുഹും മാതാബിഹി തിബിയാനു. ഞാനിപ്പോൾ ചൊല്ലിയത് 14 വക ഏടിലുള്ളൊരു സാധനമാണ്. കിഫായത്തുൽ അവാം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. 14 വക ഏട് എന്ന് പറഞ്ഞാൽ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ കൊടുന്ന് കാണിച്ചു തരാമെന്നുമ്പോൾ തൽക്കാലം നിർവാഹമില്ല. ബുക്ക് സ്റ്റാളിൽ പോയാൽ കാണാം 14 വക ഏട്. ബദരിയത്തുൽ മങ്കൂസിയ എന്ന മജ്ലിസുന്നൂറൊക്കെ അതിലുള്ളതാണ്. അതിലുണ്ട് കിഫായത്തുൽ അവാം എന്ന് പറഞ്ഞൊരു കിതാബ്. കുട്ടികൾ ദർസുക്ക് ഓതാൻ പോയാൽ തുടങ്ങിയാൽ ആദ്യം ഓതുന്ന കിതാബുകളുണ്ട് 10 കിതാബ്. 10 കിതാബ് എന്ന് പറഞ്ഞാൽ നൂറുൽ അബ്സാർ എന്നൊക്കെ തുടങ്ങി മുത്തഫരീദ് അങ്ങനെ പറഞ്ഞിട്ടുള്ള 10 കിതാബുകളുള്ള ഒരു കിതാബാണ്, ചെറിയ കിതാബ്. അതേമാതിരി ഒരു ബൈത്ത് കിതാബ് ഓതും സബ്അത്ത് കുത്തുബ് എന്ന് പറഞ്ഞിട്ട് അതിൽപ്പെട്ടതാണ് ഇത് കിഫായത്തുൽ അവാം. അതിലിങ്ങനെ പഠിക്കൽ നിർബന്ധമായ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. കിഫായത്തുൽ അവാം ചൊല്ലിയാൽ ടെൻഷൻ ഉണ്ടാവില്ല എന്ന് തൽസമാത്തിൻ്റെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. 14 വക ഏടിലുണ്ട്. അപ്പോൾ ഈ പേരുകൾ ഇങ്ങനെ പഠിപ്പിക്കണം, കുറേ ആൾക്കാരെ പേര്. എന്താ അതുകൊണ്ട് മെട്ടം? അതുകൊണ്ട് ഭയങ്കര മെച്ചമുണ്ട് എന്നുള്ളതാണ്. അതെന്താ വെച്ചാൽ ദിക്റു സ്വാലിഹീന ഇബാദ, സ്വാലിഹീങ്ങളെക്കുറിച്ച് പറയൽ ഇബാദത്താണെന്നുള്ളിടത്ത് കാണാം. ഐ ദിക്റു അസ്മാഇഹിം, നല്ല മനുഷ്യന്മാരെ പേരിങ്ങനെ പറയലൊരു ഇബാദത്താണ്. ആദം നബി, നൂഹ് നബി, അങ്ങനെ വെറുതെ പേര് പറയാം. ഹുമാദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമ സാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖും ഗദ യാഖൂബു യൂസുഫു വ അയ്യൂബു ഹ്തദ ശുഐബു ഹാറൂനു വ മൂസാ അൽയസ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു തബ. വെറുതെ ഇങ്ങനെ അലൈഹിസ്സലാം അവരുടെ പേരിങ്ങനെ പറയാം. അതൊരു ഇബാദത്താണ്. അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ, കുറേ കേൾക്കുമ്പോൾ അവരുടെ സീറകൾ താരീഖുകൾ ഇങ്ങനെ കൽബുക്ക് വരും. അപ്പോൾ മനുഷ്യൻ ഇങ്ങനെ നേരാവും. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സഫിയത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വ സൈനബും ഗദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ അൻദിസ് നിസ്വത്തിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യിർന ഫഖ്തറിന നബിയൽ മുഖ്തഫ. മുസ്തഫ നബി വഫാത്താവുമ്പോൾ ജീവിച്ചിരുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ 9 പേരുടെ പേര്, 9 ആൾക്കാരുടെ പേര്. ഇതൊക്കെ ഞാൻ ഈ പാടിയതൊക്കെ കിഫായത്തുൽ അവാമിലുള്ളതാണ്. മലയാളം പോലത്തെ അറബി, ഉംറക്ക് പോയവർക്കും തിരിയണ അറബി. വിസ ഉണ്ടാകുമ്പോൾ അവിടെ നിൽക്കൊന്നും വേണ്ട, അല്ലാത്തവർക്കും തിരിയും. അങ്ങനത്തെ അറബിയാണ് കിഫായത്തുൽ അവാമിൽ അറബി. അപ്പോൾ എന്ത് വേണമെച്ചാൽ ഒരു വീട്ടിൽ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിത്തീരണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ വേണം. കുട്ടികൾക്ക് നബി തങ്ങളെ പരിചയപ്പെടുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിനെ പരിചയപ്പെടുത്താതെ അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നത് ശരിയാവില്ല എന്നുള്ളതാണ് കാരണം. ഒരിക്കൽ ഒരു മലമ്പ്രദേശത്ത് താമസിക്കുന്ന കർഷകരായ കുറേ ആളുകൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നു. അവരിങ്ങനെ കുറേ സമയം നബി തങ്ങളുടെ സദസ്സിൽ ഇരുന്നതിന് ശേഷം പോകുമ്പോൾ നേതാവ് ഒരു ചോദ്യം ചോദിച്ചു, സംഘത്തലവൻ ഒരു ചോദ്യം ചോദിച്ചു, പൊന്നാര നബിയെ, സ്വർഗത്തേക്ക് എളുപ്പം പോകാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ ചോദിച്ചു. ഞങ്ങൾക്ക് തോനെ നിസ്കരിക്കാനും തോനെ നോലമ്പ് വിൽക്കാനും ഒന്നും കഴിയൂല, കർഷകരാണ്. അതുകൊണ്ട് എപ്പോഴും പാടത്ത് പണിയിക്കാരം കന്നുകളേറ്റ് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് വേഗം സ്വർഗത്ത് പോകാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വഹ്ദ, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചാൽ മതിയായിരുന്നു.
ഒരു സന്തോഷമായി, ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ, അതാണ് വിശ്വസിച്ചാൽ മതിയല്ലോ. അൽഹംദുലില്ലാ റാഹത്തായി. ഓല് പോകാൻ വേണ്ടി ഇറങ്ങി, റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ബിലാലെ ഇവരൊന്ന് വേഗം വാ, ഇപ്പം ആ പോയ ആൾക്കാരില്ലേ ഓലൊന്നും ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അപ്പം നമ്മോട് വർത്താനം പറഞ്ഞ് പോയ ആൾക്കാർ ഓലൊന്നും ഇങ്ങോട്ട് തന്നെ വിളിക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് നിങ്ങളെ പൊന്നാര നബിതങ്ങൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ മടങ്ങി വന്നു, സദസ്സിലിരുന്ന് ചോദിച്ചു, കൈഫ തുഅ്മിനു ബില്ലാഹി വഹദ, അള്ളാഹു ഏകനാണെന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം എന്ന് മറുപടി പറഞ്ഞു. അപ്പം നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കലാണ് എന്ന് പറഞ്ഞു. അതിന് നമുക്കൊരു കാര്യം മനസ്സിലാവും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കാതെ അള്ളാഹുവിലുള്ള വിശ്വാസം പൂർത്തിയാവില്ല. അല്ലെങ്കിൽ അബൂജാഹിലിന് പറ്റിയ കുഴപ്പം എന്താ, അള്ളാഹുവിൽ വിശ്വാസമില്ലാതിരുന്നതല്ലല്ലോ, പൊന്നാര നബിയിൽ വിശ്വാസമില്ലാതിരുന്നതാണ് അബൂജാഹിലിൻ്റെ പ്രശ്നം. അങ്ങനെ നമ്മൾ ഖുറൈശികളെ കുറേ ആൾക്കാരെടുത്ത് നോക്കിയാൽ ഓൽക്കൊക്കെ ഉള്ള പ്രശ്നം അള്ളാഹ് ഒന്നാണ് എന്നുള്ളതിലുള്ള പ്രതിഷേധമല്ല. മുഹമ്മദ് നമ്മളെ ഇടയിൽ വാപ്പിയില്ല അമ്മിയില്ലാത്തൊരു കുട്ടിയെ ഓൻ നബി ആയത് ശരിയായില്ല, നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ എന്നുള്ളതാണ് ഓല പ്രശ്നം. ഇവിടുത്തെ വലിയ വലിയ നേതാക്കന്മാർ ഖുറൈശികൾ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ മുഹമ്മദ് വാപ്പി അമ്മിയില്ലാത്തൊരു കുട്ടി നബി ആയത് ശരിയായില്ല എന്നായിരുന്നു പ്രശ്നം. അതുകൊണ്ട്